സീമാതീത മഹത്വം നാം
ഈശോ അരുൾ ചെയ്തു, ഹൃദയവിശുദ്ധിയുള്ളവർ അനുഗ്രഹീതർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. വിശുദ്ധി പ്രാപിക്കാതെ ആരും ദൈവത്തെ ദർശിക്കുകയില്ല എന്ന് ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 14-ാം വാക്യം നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനം 4:3 വ്യക്തമായി പ്രസ്താവിക്കുന്നു. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നതുപോലെ നിങ്ങളും എല്ലാ പ്രവൃത്തികളിലും വിശുദ്ധരായിരിക്കണം എന്ന് വിശുദ്ധ പത്രോസും ഉദ്ബോധിപ്പിക്കുന്നു. അശുദ്ധമായ യാതൊന്നും ദൈവത്തിൻ്റെ സ്വർഗീയ നഗരത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് വെളിപാട് പുസ്തകം 21:27 നാം കാണുന്നു. ചുരുക്കത്തിൽ, തൻ്റെ ജനം വിശുദ്ധരായിരിക്കണമെന്നും വിശുദ്ധിയിൽ വളർന്നുകൊണ്ടിരിക്കണമെന്നും ദൈവം തിരുവചനത്തിലൂടെ സുവ്യക്തമാക്കിയിരിക്കുന്നു. ദൈവമക്കളാകാൻ വിളിക്കപ്പെട്ടവർ അവരുടെ മനോവ്യാപാരങ്ങളിൽ പോലും വിശുദ്ധരായിരിക്കണമെന്ന് ഇതർത്ഥമാക്കുന്നു. എന്തുകൊണ്ടാണ് ദൈവം ഇപ്രകാരം ആവശ്യപ്പെടുന്നത്? കാരണം ദൈവം പരമ പരിശുദ്ധനാണ്. നമ്മെ വിശുദ്ധീകരിച്ച് തന്നോട് ചേർത്തു നിർത്തുവാൻ അവിടുന്ന് അഭിലഷിക്കുന്നു. രക്ഷാകരമായ വിധം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനും നമ്മെ വിശുദ്ധീകരിക്കാനും അവിടുന്ന് കാരുണ്യപൂർവ്വം സ്ഥാപിച്ച് നമുക്ക് നൽകിയ മാധ്യമങ്ങളാണ് കൂദാശകൾ. കൂദാശ എന്ന സുറിയാനി പദം അർത്ഥമാക്കുന്നത് വിശുദ്ധീകരിക്കുന്നത് എന്നാണ്. ദൈവത്തെയും ദൈവിക കൃപാവരങ്ങളെയും നമുക്ക് സന്നിഹിതമാക്കുകയും നമ്മിലേക്കു നൽകുകയും ചെയ്യുന്ന അടയാളങ്ങളാണ് കൂദാശകൾ. കൃപാവരങ്ങളുടെ നീർച്ചാലുകളാണിവ. ക്രിസ്തുവിൽ സ്ഥാപിതമായ പുതിയ ഉടമ്പടിയുടെ രക്ഷാകര ഫലങ്ങൾ ഇവ നമുക്ക് പകർന്നു തരുന്നു, നമ്മെ വിശുദ്ധീകരിക്കുന്നു. കർത്താവ് സ്ഥാപിച്ചവയാകയാൽ ഈ കൂദാശകളുടെ ഫലദായകത്വം സുനിശ്ചിതമാണ്. അവിടത്തെ അതിരറ്റ സ്നേഹത്തിൻ്റെയും മഹാകാരുണ്യത്തിൻ്റെയും അടയാളങ്ങളാണിവ. അനുഗ്രഹദായകവും രക്ഷാകരവുമായ അടയാളങ്ങൾ നമ്മെ പരിശുദ്ധിയിലേക്ക് വളർത്തിയെടുക്കാൻ ദൈവം നൽകിയ മാർഗങ്ങളാണിവ. ഈ കൂദാശകളെ കർത്താവ് തൻ്റെ സഭയെയാണ് ഭരമേൽപ്പിച്ചിരിക്കുന്നത്. ആകെ 7 കൂദാശകളാണുള്ളത്. ഇവയിൽ പ്രാഥമികമായത് മാമോദിസയാണ്. ഇത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ മുഴുവൻ അടിസ്ഥാനമാണ്. ഇതര കൂദാശകളെ സമീപിക്കാനുള്ള കവാടവും ഇതാണ്. സ്നാപകൻ യോർദാൻ നദിയിൽ നൽകിയിരുന്ന അനുതാപത്തിൻ്റെ മാമോദിസയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതു ജലത്താൽ മാത്രമുള്ളതായിരുന്നു. അതും ഇതര പുണ്യ സ്നാപനങ്ങളും കർത്താവ് സ്ഥാപിക്കാനിരുന്ന വിശുദ്ധ മാമോദിസായുടെ നിഴലുകളായിരുന്നു. അവയിൽ നിന്നെല്ലാം ഭിന്നവും താരതമ്യാതീതമാം വിധം മഹത്വപൂർണവും ദൈവികവുമാണ് ക്രിസ്തു സ്ഥാപിച്ച മാമോദിസ. സ്നാപക യോഹന്നാന്റെ തന്നെ വാക്കുകൾ ശ്രദ്ധിക്കുക. അനുതാപത്തിനായി വെള്ളം കൊണ്ട് ഞാൻ സ്നാപനം ചെയ്യുന്നു, എന്നാൽ എൻ്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാപനം ചെയ്യും. മത്തായി 3-ാം അധ്യായം 11-12 വാക്യങ്ങൾ.
ലോകത്തിന്റെ പാപം നീക്കിക്കളയുന്ന സാക്ഷാൽ ദൈവകുഞ്ഞാടായ മിശിഹായെ പരിചയപ്പെടുത്തുക എന്നതായിരുന്നു സ്നാപകന്റെ ദൗത്യം. പരിശുദ്ധാത്മാവിനാൽ മനുഷ്യനെ സ്നാപനം ചെയ്യാൻ കഴിവുള്ള ദൈവപുത്രനാണ് ഈശോ മിശിഹ എന്ന് സ്നാപകൻ സാക്ഷ്യമരുളി. ഇത് യോഹന്നാൻ സുവിശേഷകൻ 1-ാം അധ്യായം 33-34 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവസുതൻ മാമോദീസാമുങ്ങുമ്പോൾ വിണ്ണിൻ വാതിൽ തുറക്കുന്നു. വാഴ്ത്തി പാടാം തിരുനാമം, വാഴ്ത്തി പാടാം തിരുനാമം. യോർദാൻ നദിയിൽ ദൈവസുതൻ വിണ്ണിൻ വാതിൽ തുറക്കുന്നു. വാഴ്ത്തി പാടാം തിരുനാമം, വാഴ്ത്തി പാടാം തിരുനാമം. ദൈവത്തിൻ പ്രിയപുത്രനിതാ സംപ്രീതൻ ജ്ഞാനീസുതനിൽ. ദൈവത്തിൻ പ്രിയപുത്രനിതാ സംപ്രീതൻ ജ്ഞാനീസുതനിൽ. പാവനനാദം മുഖരിതമായി വാഴ്ത്തി പാടാം തിരുനാമം. പാവനനാദം മുഖരിതമായി വാഴ്ത്തി പാടാം തിരുനാമം. യോർദാൻ നദിയിൽ ദൈവസുതൻ മാമോദീസാമുങ്ങുമ്പോൾ വിണ്ണിൻ വാതിൽ തുറക്കുന്നു. വാഴ്ത്തി പാടാം തിരുനാമം, വാഴ്ത്തി പാടാം തിരുനാമം. പുതുജന്മത്തിൻ ജീവജലം ആത്മവിശുദ്ധി പകർന്നരുളും. പുതുജന്മത്തിൻ ജീവജലം ആത്മവിശുദ്ധി പകർന്നരുളും. മേഘപദത്തിൽ വെൺപ്രാവായി പാവനരൂപനിറങ്ങും. യോർദാൻ നദിയിൽ ദൈവസുതൻ മാമോദീസാമുങ്ങുമ്പോൾ വിണ്ണിൻ വാതിൽ തുറക്കുന്നു. വാഴ്ത്തി പാടാം തിരുനാമം, വാഴ്ത്തി പാടാം തിരുനാമം. തിരുസഭയിൽ നാം സ്വീകരിക്കുന്ന മാമോദീസ യോഹന്നാൻ നൽകിയിരുന്നതിൽ നിന്നും വ്യത്യസ്തമെങ്കിലും
അദ്ദേഹം ഈശോയ്ക്ക് മാമോദിസ നൽകിയപ്പോൾ മനുഷ്യന് ലഭിച്ചത് മഹത്തായ ഒരു വെളിപാടാണ്. Jesus of Nazareth, I baptize you with water for repentance. This is my Son, the Beloved, with whom I am well pleased. The Lamb of God. ഇത് ഇന്നും തിരുസഭയിൽ ഓരോ മാമോദിസായിലും വാസ്തവമായിക്കൊണ്ടിരിക്കുന്നു. മാമോദിസ സ്വീകരിക്കുന്ന ആൾക്കുവേണ്ടി സ്വർഗം തുറക്കപ്പെടുകയും ഇയാൾ എൻ്റെ പ്രിയപ്പെട്ട പുത്രൻ അഥവാ വത്സലപുത്രി എന്ന് സ്വർഗീയ പിതാവ് പറയുകയും ചെയ്യുന്ന നിമിഷങ്ങളാണ് മാമോദിസായുടേത്. താൻ നിർവഹിച്ച രക്ഷാകര കർമ്മത്തിൻ്റെ ഫലം മാമോദിസായിലൂടെ ഈശോ നമുക്ക് നൽകുന്നു. ഈ കൂദാശ സ്വീകരിക്കുന്ന നമ്മിലേക്ക് തൻ്റെ ആത്മാവിനെ നൽകുകയും പിതാവേ എന്ന് ദൈവത്തെ വിളിക്കാൻ യോഗ്യതയുള്ള ദൈവമക്കളായി നമ്മെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുകയാണ് ക്രിസ്തു. ഇതിലൂടെ നാം സ്വർഗരാജ്യത്തിന് അവകാശികളും സാക്ഷാൽ ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളുമായിത്തീരുന്നു. സത്യത്തിൽ മാമോദിസ ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ പ്രവൃത്തിയാണ്, ഒരു ദൈവിക ദാനമാണ്. ഈശോമിശിഹായുടെ പീഡാനുഭവം, മരണം, ഉത്ഥാനം എന്നിവയുടെ ഫലത്തിന് ഈ കൂദാശ വഴി നമുക്ക് അവകാശം ലഭിക്കുന്നു. വാസ്തവത്തിൽ യോർദാൻ നദിയിൽ ഈശോ സ്നാപനം സ്വീകരിച്ചപ്പോൾ പ്രത്യക്ഷപ്പെട്ടതും ശ്രവിച്ചതുമായി സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഗതികൾ ആ നിമിഷങ്ങളിലോ ആ സംഭവത്തിലോ ഒതുങ്ങി നിൽക്കുന്നവയല്ല. യേശു ജലത്തിൽ താഴ്ന്നു പൊങ്ങിയതും സ്വർഗം തുറക്കപ്പെട്ടതും പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതും ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, മത്തായി 3:16-17 എന്ന് സ്വർഗത്തിൽ നിന്ന് പരമപിതാവ് അരുൾ ചെയ്തതുമെല്ലാം വളരെ അർത്ഥഗർഭമായ കാര്യങ്ങളാണ്. ഈശോയുടെ പീഡാനുഭവം, കുരിശുമരണം, സംസ്കാരം, ഉയിർപ്പ്, സ്വർഗാരോഹണം, പരിശുദ്ധാത്മദാനം ഇവയിലൂടെയെല്ലാം സാക്ഷാത്കരിക്കേണ്ടതായ സംഗതികളാണ് യോർദാനിലെ മാമോദിസ സംഭവത്തിലൂടെ അന്ന് വെളിപ്പെട്ടത്. ദൈവം പരിശുദ്ധ തൃത്വമാണ് എന്നും ഇവിടെ വെളിപ്പെടുത്തപ്പെട്ടു. ആകയാൽ മിശിഹ യോർദാനിൽ മാമോദിസ സ്വീകരിച്ചപ്പോൾ ഉണ്ടായത് വലിയൊരു തിയോഫനിയായിരുന്നു. അതായത് ദൈവം ആരാകുന്നുവെന്ന് ആ സംഭവത്തിലൂടെ വെളിപ്പെടുകയായിരുന്നു. ദൈവം തൃത്വൈക സ്വരൂപനാണത്രേ. അതോടൊപ്പം മഹത്തായ ഒരു ക്രിസ്റ്റോഫനിയും അവിടെ സംഭവിച്ചു. ഈശോ സാക്ഷാൽ ദൈവപുത്രനായ മിശിഹ ആകുന്നുവെന്ന വെളിപാട്. ദൈവിക വെളിപാടിലൂടെ ഈ സത്യം ഗ്രഹിച്ച സ്നാപക യോഹന്നാൻ ലോകത്തിനു മുമ്പിൽ ഇത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. ക്രിസ്തു സ്ഥാപിച്ച മാമോദിസായെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കണമെങ്കിൽ യോർദാനിലെ മാമോദിസായിൽ മാത്രമായി നമ്മുടെ ചിന്തകൾ നിർത്തരുത്. പിന്നെയോ താൻ സ്വീകരിക്കാനിരിക്കുന്ന മാമോദിസായെക്കുറിച്ച് തൻ്റെ പരസ്യ ജീവിതത്തിനിടയിൽ ഈശോ പറയുന്നതും നാം ഇവിടെ ധ്യാനവിഷയമാക്കണം. ഒരിക്കൽ അവിടുന്ന് പറഞ്ഞു, എനിക്കൊരു മാമോദിസ മുങ്ങുവാനുണ്ട്, അത് നിറവേറുവോളം ഞാൻ ഞെരുങ്ങും. ലൂക്ക 12:50.
പിന്നീടൊരിക്കൽ സെബദീപുത്രന്മാരോട് കർത്താവ് ചോദിച്ചു, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനോ ഞാൻ സ്വീകരിക്കുന്ന മാമോദിസ മുങ്ങാനോ നിങ്ങൾക്ക് കഴിയുമോ? മർക്കോസ് 10:38. മറ്റൊരിക്കൽ ഈശോ പത്രോസിനോട് ചോദിച്ചു, പിതാവ് എനിക്ക് നൽകിയ പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ? യോഹന്നാൻ 18:11. ഇവിടെയെല്ലാം മാമോദിസ, പാനപാത്രം എന്നീ പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈശോ വിവക്ഷിക്കുന്നത് തൻ്റെ പീഡാനുഭവവും കുരിശുമരണവും സംസ്കാരവും ഉയിർപ്പുമാണ് എന്നത് പകൽ പോലെ വ്യക്തമാണ്. തന്നെക്കുറിച്ച് പിതാവിനുള്ള പദ്ധതിയാണിത്. ഇതുവഴിയാണ് അവിടുന്ന് മനുഷ്യപാപം കഴുകി മാറ്റി നമുക്ക് സ്വർഗം തുറന്നു നൽകിയത്, നമ്മെ ദൈവമക്കളും സ്വർഗരാജ്യാവകാശികളുമാക്കിയത്. പരിശുദ്ധാത്മാവിനെ നമ്മിൽ തന്ന് ആബാ പിതാവേ എന്ന് ദൈവത്തെ വിളിക്കാൻ നമ്മെ പ്രാപ്തരാക്കിയത് ഈ പെസഹാ രഹസ്യങ്ങളിലൂടെയാണ്. ക്രിസ്തുവിൻ്റെ മാമോദിസായുടെ അർത്ഥമാണ് നാം ഇവിടെ മനസ്സിലാക്കുന്നത്. തിരുസഭയിൽ മാമോദിസ സ്വീകരിക്കുന്നതിലൂടെ നാം മിശിഹായുടെ ഈ മാമോദിസായിൽ പങ്കുചേരുകയും ഇതിൻ്റെ ഫലം പ്രാപിക്കുകയുമാണ്. അതായത് അവൻ്റെ പീഡാനുഭവം, മരണം, സംസ്കാരം, ഉത്ഥാനം എന്നിവയിൽ നാം പങ്കുചേരുകയാണ് മാമോദിസായിലൂടെ. ക്രിസ്തു രഹസ്യത്തിൽ നമ്മെ ഉൾച്ചേർക്കുന്ന കൂദാശയാണ് മാമോദിസ എന്നർത്ഥം. പെസഹാ രഹസ്യങ്ങളിൽ നാം പങ്കാളികളാവുകയാണ് ഇതിലൂടെ. റോമാലേഖനം 6-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ പൗലോസ്ലീഹ ഈ സത്യം പ്രസ്താവിക്കുന്നുണ്ട്. മിശിഹായോട് ചേരാൻ മാമോദിസ സ്വീകരിച്ച നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുന്ന സ്നാപനമാണ് സ്വീകരിച്ചതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? മാമോദിസായിലൂടെ ക്രിസ്തുവിനോടൊപ്പം നാം മരിച്ച് സംസ്കരിക്കപ്പെട്ടു. പിതാവിൻ്റെ മഹത്വത്താൽ മരിച്ചവരിൽ നിന്ന് ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടതുപോലെ നാമും പുതുജീവിതത്തിൽ വ്യാപരിക്കേണ്ടതിനാണിത്. അതെ, നമ്മോടുള്ള സ്നേഹത്താൽ ഈശോ നിർവഹിച്ച രക്ഷാകര പ്രവൃത്തിയുടെ ഫലമാണ് നമുക്കിവിടെ കരഗതമാകുന്നത്. പാപമോചനമാണ് ഒരു പ്രധാന ഫലം. ആകയാൽ എല്ലാവിധ പാപബന്ധനങ്ങളിൽ നിന്നും നാം ഈ കൂദാശയിലൂടെ മോചിതരാകുന്നു. ജന്മപാപവും കർമ്മപാപവും ഇത് നമ്മിൽ നിന്ന് കഴുകി മാറ്റുന്നു. പൗലോസ്ലീഹ ഇവിടെ റോമ 6:4 പറയുന്നത് മാമോദിസ പുതുജീവിതത്തിലേക്കുള്ള കവാടമാണെന്നാണല്ലോ. പുതുജീവിതമെന്നാൽ ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതം എന്ന് അർത്ഥം. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമാകട്ടെ ഈശോ കുരിശിൽ അർപ്പിച്ച ബലിയുടെ ഫലമാണ്. തൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങളുടെ നന്മയ്ക്കാണ്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയക്കും. യോഹന്നാൻ 16:7. പാപപരിഹാരാർത്ഥം കുരിശിലൂടെ തൻ്റെ ജീവൻ സ്നേഹയാഗമായി അർപ്പിച്ച് ഈശോ പിതാവിൻ്റെ പക്കലേക്ക് പോയതിൻ്റെ ഫലമാണ് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം എന്ന് ഈ തിരുവചനം സുവ്യക്തമാക്കുന്നു. കുരിശിൽ വച്ച് പടയാളികളിൽ ഒരുവൻ ഈശോയുടെ തിരുവിലാവ് കുത്തിക്കീറി. അവിടെ നിന്നും രക്തവും ജലവും പുറത്തേക്ക് ഒഴുകി. ഈ രക്തവും ജലവും കുരിശിലെ ബലി പൂർണ്ണമായി എന്നതിന് സാക്ഷികളാണ്. ഈ ജലം പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകവുമാണ്. കർത്താവ് സ്വജീവൻ ബലിയർപ്പിച്ച് കുരിശിലൂടെ പിതാസന്നിധിയിലേക്ക് പോയതിൻ്റെ ഫലമായി ലോകത്തിലേക്ക് ഒഴുകിയ ജീവനദിയാണല്ലോ പരിശുദ്ധാത്മാവ്.
മാമോദിസ ജലം യോർദാനിലെ ജലമല്ല. പ്രത്യുത മനുഷ്യനെ വിശുദ്ധീകരിക്കുന്ന ദിവ്യരക്ഷകന്റെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന ജലമാണ്. പരമസ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ജലം. ഈ വറ്റാത്ത ജലസ്രോതസ്സിനെക്കുറിച്ച് ഈശോ അരുൾ ചെയ്ത കാര്യം യോഹന്നാൻ സുവിശേഷകൻ 7:37-39 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അയാൾ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. തന്നിൽ വിശ്വസിക്കുന്നവൻ സ്വീകരിക്കാനിരുന്ന ആത്മാവിനെ പറ്റിയാണ് അവൻ ഇങ്ങനെ പറഞ്ഞത്. അതുവരെ ആത്മാവ് നൽകപ്പെട്ടിരുന്നില്ല. കാരണം അതുവരെ ഈശോ മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. യോഹന്നാൻ 7:37-39 വാക്യങ്ങൾ. എന്നാൽ കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്തതോടെ ഈശോ മഹത്വീകരിക്കപ്പെട്ടു. ആകയാൽ ഉത്ഥിതനെ ഗുരുവും നാഥനും കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുന്നവരിൽ പരിശുദ്ധാത്മാവ് സന്നിഹിതനാകുന്നു. ജലത്താലും ആത്മാവിനാലും ജനിക്കാത്തവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല എന്ന് നിക്കോദോമോസിനോട് ഈശോ പറഞ്ഞതിൻ്റെ പൊരുൾ ഇവിടെ വ്യക്തമാകുന്നു. ഇത് വെറും ജലസ്നാനത്തെക്കുറിച്ചുള്ള പരാമർശമല്ല. പ്രത്യുത ക്രൂശിതന്റെ തിരുവിലാവിൽ നിന്നൊഴുകുന്ന ജലത്താലുള്ള സ്നാനത്തെ അർത്ഥമാക്കുന്ന വാക്കുകളാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും തിരുസന്നിധിയിൽ നിന്നൊഴുകുന്ന പരിശുദ്ധാത്മാവാകുന്ന മഹാസ്നേഹനദിയിലുള്ള സ്നാപനമാണിത്. സ്ഫടികം പോലെ പ്രകാശമാനമായ ജീവജലത്തിൻ്റെ പരിശുദ്ധ നദി പിതാവിൻ്റെയും ദിവ്യകുഞ്ഞാടായ മിശിഹായുടെയും സിംഹാസനത്തിൽ നിന്ന് ഒഴുകുന്നത് യോഹന്നാൻ വെളിപാടിലും ദർശിക്കുന്നുണ്ട്. വെളിപാട് 22:1-2 വാക്യങ്ങൾ. മാമോദിസ ജലം ദൈവത്തിൻ്റെ രക്ഷാകരമായ സ്നേഹനദിയാണ്. കുരിശിൽ നാഥന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയത് ഈ മഹാസ്നേഹത്തിൻ്റെ നദീജലം തന്നെ. ഈ സ്നേഹം ഗ്രഹിക്കുമ്പോഴാണ്, ഇതിൽ മുങ്ങിപ്പൊങ്ങുമ്പോഴാണ് നമ്മിൽ മാമോദിസ പൂർത്തിയാകുന്നതും പരിശുദ്ധാത്മാവ് നമ്മിൽ ശക്തമായി ആവസിക്കുന്നതും. പരിശുദ്ധാത്മാവിനാലുള്ള നവീകരണം എന്ന് മാമോദിസയെ വിശേഷിപ്പിക്കാറുണ്ടല്ലോ. ജെറുസലേമിൽ സിയോൻ മാളികയിലിരുന്ന് ഈ സ്നേഹരഹസ്യങ്ങൾ ധ്യാനിക്കുകയും ഈ രക്ഷാകരമായ അനുഭവത്തിൽ നിമഗ്നരാവുകയും ചെയ്തപ്പോഴാണ് ശ്ലീഹന്മാർ പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചത്. സത്യത്തിൽ പെസഹാരഹസ്യങ്ങളെ ധ്യാനിച്ച് ശിഷ്യന്മാർ പുനർജനിക്കുകയായിരുന്നു. മാമോദിസയെ പുനർജനനത്തിൻ്റെ ക്ഷാളനം എന്ന് നിർവചിക്കാറുണ്ട്. അവിശ്വാസത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും ഭയത്തിൻ്റെയും പഴയ മനുഷ്യൻ അവരിൽ മരിക്കുകയായിരുന്നു. ക്രിസ്തു അവർക്ക് ഗുരുവും നാഥനും രക്ഷകനും കർത്താവും ആവുകയായിരുന്നു. കുരിശും ക്രൂശിതനും പുതിയ അർത്ഥം പകർന്നുകൊണ്ട് അവരിൽ നവചൈതന്യം നിറച്ചു. അവരുടെ അകക്കണ്ണുകൾ തുറന്നു. അതവർക്ക് സാക്ഷാൽ ജ്ഞാനോദയമായിരുന്നു. കുരിശ് അവർക്ക് അഭിമാനമായി മാറി. മാമോദിസായിൽ അർത്ഥിയുടെ നെറ്റിയിൽ കുരിശടയാളം വരച്ച് കുരിശ് കൈകളിൽ നൽകിയും ഇതേ അനുഭവം സ്വായത്തമാക്കാൻ സഭ അയാൾക്ക് അവസരമൊരുക്കുന്നു. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ തന്നെ നമ്മളുള്ള ധിക്കാരിയും അവിശ്വാസിയും സ്വാർത്ഥനും ജഡികനുമായ പാപാവസ്ഥയിലുള്ള മനുഷ്യൻ മരിക്കുകയും ക്രിസ്തുവിൽ നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യൻ നമ്മിൽ ജനിക്കുകയും ചെയ്യുകയാണ് മാമോദിസായിൽ. പുതിയ വ്യക്തികളായി നാം മാറുകയാണിവിടെ. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഗലാത്യ ലേഖനം 6:15. മാമോദിസായിൽ പുതിയ ക്രിസ്തീയ നാമം നാം സ്വീകരിക്കുന്നത് ഇതിനെ സൂചിപ്പിക്കുന്നതുകൂടിയാണ്. പഴയ മനുഷ്യനെ ഉരിഞ്ഞുമാറ്റി ക്രിസ്തുവാകുന്ന പുതിയ മനുഷ്യനെ ധരിക്കുകയാണ് നാം ഇവിടെ. മാമോദിസായിൽ
പുതുവസ്ത്രം നൽകുന്നതിൻ്റെ അർത്ഥം ഇതാണ്. പ്രസാദപരപൂർണവും ക്രിസ്തുവിൽ നവീകൃതവുമായ പുതിയ മനുഷ്യനെയാണ് ഈ വെള്ളവസ്ത്രം സൂചിപ്പിക്കുന്നത്. ഇത് സ്വർഗീയ വിരുന്നിലെ പങ്കാളിത്തത്തിന് ആവശ്യം ഉണ്ടായിരിക്കേണ്ട വിശുദ്ധ വസ്ത്രമാണ്. വസ്ത്രം മലിനരാകാത്തവർ, ധവളവസ്ത്രധാരികളായി തൻ്റെ കൂടെ നടക്കുന്നവർ, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവർ എന്നിങ്ങനെ വിശുദ്ധരെക്കുറിച്ച് കർത്താവ് വിശേഷിപ്പിക്കുന്നത് വെളിപാട് 3-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. വസ്ത്രത്തിൻ്റെ ധവളിമ വിശുദ്ധിയെ സൂചിപ്പിക്കുന്നു. ഈ വിശുദ്ധീകരണം കർത്താവ് നിർവഹിച്ചത് തൻ്റെ കുരിശുമരണവും ഉത്ഥാനവും വഴിയാണ്. അവൻ്റെ തിരുരക്തത്താൽ കഴുകിയതുകൊണ്ടാണ് നമ്മുടെ ആത്മാക്കൾ വിശുദ്ധമായത്. കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകി വെണ്മയാക്കപ്പെട്ട വസ്ത്രം ധരിച്ചവരെയാണ് യോഹന്നാൻ സ്വർഗത്തിൽ കണ്ടതെന്ന് വെളിപാട് 7-ാം അധ്യായം 13-14 തിരുവചനങ്ങളിൽ നാം വായിക്കുന്നു. മാമോദിസ ജലം ശാരീരിക സ്നാപനമെന്നതിനേക്കാൾ ആത്മീയ സ്നാപനമാണ് നിർവഹിക്കുന്നത്. ഇവിടെ ജലം ഒരു പ്രതീകം മാത്രമാണ്, ശാരീരിക മാലിന്യങ്ങളുടെ നിർമ്മാർജ്ജനമല്ല. പ്രത്യുത സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ഈശോമിശിഹായുടെ ഉത്ഥാനം വഴി ശുദ്ധ മനസ്സാക്ഷിക്കായി നടത്തുന്ന പ്രാർത്ഥനയാണ് മാമോദീസ എന്നും ഇതുവഴി നാം രക്ഷ പ്രാപിക്കുന്നു എന്നും പത്രോശ്ലീഹ 1-ാം ലേഖനം 3:21 വാക്യത്തിൽ പഠിപ്പിക്കുന്നു. മാമോദിസയെ ആത്മീയ പരിച്ഛേദനമെന്നാണ് വിശുദ്ധ പൗലോസ് കൊളോസോസ് ലേഖനത്തിൽ വിശേഷിപ്പിക്കുന്നത്. ശരീരത്തിൻ്റെ അധമവാസനകളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ പരിച്ഛേദനമാണത്രേ മാമോദിസ. കൊളോസോസ് 2-ാം അധ്യായം 11-12 വാക്യങ്ങൾ. അതായത് പാപത്തോട് വിട പറയുന്ന പ്രവൃത്തിയാണിത്. പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ? ഈശോമിശിഹായെ നിന്റെ രക്ഷകനായി നീ സ്വീകരിക്കുന്നുവോ എന്നീ ചോദ്യങ്ങൾക്ക് ഉവ് എന്ന ഉത്തരം നൽകിയ ശേഷമാണ് സ്നാനാർത്ഥിക്ക് മാമോദിസ നൽകുന്നത്. നമ്മിലുള്ള ജഡിക മനുഷ്യന് മരണം വിധിക്കുകയും ആത്മീയ മനുഷ്യൻ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുകയുമാണ് ഇവിടെ. നിദ്ര വിട്ട് ഉണരുകയും പ്രകാശത്തിൻ്റെ മക്കളാവുകയുമാണിതുവഴി. ഇതുമുതൽ നമ്മുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. കൊളോസോസ് ലേഖനം 3:3 വാക്യം. കാരണം മാമോദിസായിൽ നാം ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. കൊളോസോസ് ലേഖനം 2-ാം അധ്യായം 12 വാക്യം. ഇനി എന്നേക്കുമായി നാം ക്രിസ്തുവിൻ്റേതാണ് എന്നീ കൂദാശാകർമ്മത്തിലൂടെ പ്രഖ്യാപിക്കുകയാണ് നമ്മൾ. മാമോദിസായിലൂടെ നാം സ്വർഗരാജ്യത്തിന് അവകാശികളും പരിശുദ്ധാത്മാവിൻ്റെ സജീവ ആലയങ്ങളുമായി മാറുന്നു. ബൈബിളിൽ ഒലിവ് മരവും ഒലിവെണ്ണയും പരിശുദ്ധാത്മാവിൻ്റെ അടയാളമാണ്. ഒലിവെണ്ണ അഭിഷേക തൈലമാണ്. വെളിപാട് 11-ാം അധ്യായത്തിലും പരിശുദ്ധാത്മാഭിഷിക്തരായ പ്രവാചക സാക്ഷികളെ സൂചിപ്പിക്കാൻ ഒലിവ് വൃക്ഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സഭയിൽ ആദ്യകാലം മുതൽ ഒലിവെണ്ണ അഭിഷേകത്തിന് ഉപയോഗിച്ചിരുന്നു. സുഗന്ധദ്രവ്യങ്ങൾ ചേർത്ത് തയ്യാറാക്കുന്ന ഒലിവെണ്ണ കൂദാശ ചെയ്ത് വിശുദ്ധ മൂറോൻ തൈലം തയ്യാറാക്കുന്നു. മെത്രാൻ തനിക്ക് ലഭിച്ചിട്ടുള്ള ശ്ലൈഹിക ശുശ്രൂഷാപരം ഉപയോഗിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സവിശേഷമായ ആവാസം ഈ തൈലത്തിന്മേൽ പ്രാർത്ഥിച്ച് റൂഷ്മ ചെയ്താണ് വിശുദ്ധ മൂറോൻ കൂദാശ ചെയ്യുന്നത്. സാധാരണമായി തൻ്റെ രൂപതയിലെ വൈദിക സമൂഹത്തോട് ചേർന്ന് ഭദ്രാസന പള്ളിയിൽ വച്ചാണ് ഈ കൂദാശ കർമ്മം നിർവഹിക്കുന്നത്. ഈ വിശുദ്ധ തൈലമാണ് മാമോദിസയിലും ഇതര അഭിഷേക ശുശ്രൂഷകളിലും ഉപയോഗിക്കുന്നത്. തൈലം പൂശി രോഗികൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന പാരമ്പര്യം വിശുദ്ധ യാക്കോബ് തൻ്റെ ലേഖനം 5:14 പരാമർശിക്കുന്നുണ്ട്. മാമോദിസ ജലം പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിലൂടെ പൗത്രീകരിക്കപ്പെടാൻ
വിശുദ്ധ മൂറോൻ തൈലം കുരിശടയാളത്തിൽ ജലത്തിന്മേൽ കലർത്തിയാണ് പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധാത്മാവ് ആവസിച്ച ഈ വിശുദ്ധ ജലത്താലാണ് സ്നാപനം ചെയ്യുന്നത്. വിശുദ്ധ മൂറോൻ തൈലം കൊണ്ടാണ് സ്നാനാർത്ഥിയുടെ നെറ്റിയിൽ കുരിശടയാളത്തിൽ ലേപനം ചെയ്ത് മുദ്രവയ്ക്കുന്നതും. ഇത് അഭിഷേക മുദ്രയാണ്. ഇതുവഴി അയാൾ രാജകീയ പുരോഹിതഗണത്തിലെ അംഗമാവുകയാണ്. ഇക്കാരണത്താൽ മാമോദിസായെ അഭിഷേകം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഈ മുദ്രവയ്ക്കൽ വഴി സ്നാപനം സ്വീകരിച്ചയാൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായിത്തീരുന്നു. അയാളിൽ ദൈവത്തിൻ്റെ മുദ്ര പതിയുന്നു. അയാൾ എന്നേക്കുമായി ദൈവത്തിൻ്റേതാകുന്നു. മാമോദിസയെ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര എന്ന ബൈബിളിലും ആദിമ സഭാപിതാക്കന്മാരുടെ രചനകളിലും വിശേഷിപ്പിക്കുന്നു. പൗലോസ്ലീഹ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 30-ാം വാക്യത്തിൽ എഴുതി, പരിശുദ്ധാത്മാവിൽ രക്ഷയുടെ ദിനത്തിലേക്ക് നിങ്ങൾ മുദ്രിതരായിരിക്കുന്നു. ഇപ്രകാരം നമ്മെ മുദ്ര ചെയ്ത പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. നെറ്റിത്തടത്തിൽ ദൈവത്തിൻ്റെ മുദ്രയുള്ളവരാണ് സ്വർഗരാജ്യത്തിലുള്ളവരെന്ന് വെളിപാട് കാണിച്ചു തരുന്നുണ്ട്. വെളിപാട് 7:2, 14:1, 22:4. ആകയാൽ മാമോദിസയിലെ ലേപനം ആത്മാവിൽ പതിയുന്ന ശാശ്വത മുദ്രയാണ്. നാം ദൈവത്തിൻ്റേതാകുന്നുവെന്ന് ഏറ്റുപറയുകയും ദൈവം നമ്മെ സ്വന്തം മക്കളായും ദൈവരാജ്യാവകാശികളായും സ്വീകരിക്കുകയും ചെയ്യുന്ന വിശുദ്ധ നിമിഷങ്ങളാണ് മാമോദിസായുടേത്. ഇതുവഴി നാം ദൈവകുടുംബത്തിലെയും ഭൂമിയിലെ ദൈവരാജ്യമായ തിരുസഭയിലെയും അംഗങ്ങളാവുകയാണ്. പരിച്ഛേദനം ഒരാളെ യഹൂദ സമൂഹത്തിലേക്ക് ഉൾച്ചേർത്തിരുന്നതുപോലെ മാമോദിസയാകുന്ന ആത്മീയ പരിച്ഛേദനത്തിലൂടെ ഒരാൾ പുതിയ ഉടമ്പടി സമൂഹമായ തിരുസഭയിലെ അംഗമായിത്തീരുന്നു. അതെ, മാമോദിസ നമ്മുടെ യഥാർത്ഥവും ശാശ്വതവുമായ കുടുംബത്തിലേക്കുള്ള പ്രവേശന കൂദാശയാണ്. നാം ഇനിമേൽ ദൈവത്തിൻ്റെതാകുന്നുവെന്ന് ഈ കൂദാശ പ്രഘോഷിക്കുന്നു. തൻ്റെ ഉത്ഥാനത്തിന് ശേഷം ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരോട് ആവശ്യപ്പെട്ടത് സകല മനുഷ്യരെയും ശിഷ്യപ്പെടുത്താനും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലേക്ക് സ്നാപനം ചെയ്യാനുമാണ്. മത്തായി 28:19. മാമോദിസായിലൂടെ വാസ്തവത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് കർത്താവിൻ്റെ ഈ വാക്കുകൾ സ്പഷ്ടമാക്കുന്നു. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ജീവിതത്തിലേക്ക് മാമോദിസ നമ്മെ പ്രവേശിപ്പിക്കുന്നു. ഇതിനാണ് കർത്താവ് ഈ ഭൂമിയിൽ അവതാരം ചെയ്തത്. ഇവിടെ നാമത്തിലേക്ക്, ഇൻ ടു ദ നെയിം എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് ഐക്യത്തെയാണ്. ഗ്രീക്ക് ഭാഷയിൽ യേസ് എന്ന പദം റോമാലേഖനം 6:3, ഗലാത്യാലേഖനം 3:27 എന്നിവിടങ്ങളിൽ ഇതേ അർത്ഥത്തിൽ ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഇതേ വാക്ക് തന്നെ അപ്പസ്തോല പ്രവർത്തനം 8:16, 19:5, 1 കോരിന്തോസ് 1-ാം അധ്യായം 13-15 വാക്യങ്ങളിലും നാം കാണുന്നു. പരിശുദ്ധ തൃത്വൈക ദൈവത്തിൻ്റെ നാമത്തിലേക്ക് സ്നാപനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആത്മീയമായും ഗാഢമായും അവിടുത്തോട് ഐക്യപ്പെടുക എന്ന അർത്ഥമാണുള്ളത്. ഈ സ്നാപനം സ്വീകരിക്കുന്നയാൾ ദൈവകുടുംബത്തിലെ തന്നെ അംഗമായി തീരുകയാണ്. ദൈവപുത്രൻ അഥവാ പുത്രി ആവുകയാണ്. അതെ, ദൈവപുത്രനായ ക്രിസ്തു തന്നിൽ സ്ഥാപിച്ച പുതിയ ഉടമ്പടിയിലൂടെ നമ്മെ പരിശുദ്ധ തൃത്വൈക ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. തൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിക്കൊണ്ട് പുതുജീവിതത്തിൽ വ്യാപരിക്കാൻ നമ്മെ പ്രാപ്തനാക്കുന്നു. മിശിഹായിൽ വ്യാപരിക്കുന്ന നാം അവൻ്റെ മൗതിക ശരീരത്തിലെ അംഗങ്ങളായിത്തീരുന്നു. നാം ആരുവഴി ആരിൽ സൃഷ്ടിക്കപ്പെട്ടുവോ ആ ദൈവപുത്രനിലൂടെ നാം മാമോദിസായിൽ നമ്മുടെ യഥാർത്ഥ ഭവനത്തിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു. മാമോദിസ തൊട്ടിയെ ആത്മീയ ഗർഭപാത്രം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്.
ഇത് എന്തുകൊണ്ടാണ് എന്ന് നാം ഇതുവരെ കണ്ട കാര്യങ്ങളിൽ നിന്ന് വ്യക്തമായി കാണുമല്ലോ. അതെ, ഇതിലാണ് ദൈവമക്കൾ ജനിക്കുന്നത്. ഭൂമിയിലെ ദൈവരാജ്യമായ സഭാംഗങ്ങൾ ജന്മം കൊള്ളുന്നത്. ഇവിടെ വച്ചാണ് അവർ ആത്മീയ ജീവനിൽ പങ്കുചേരുന്നത്. നഷ്ടപ്പെട്ടുപോയ കൃപാവരം തിരികെ ലഭിക്കുന്നതും ഇവിടെ വച്ചാണ്. ആത്മാവിലും ജലത്തിലും ജനിച്ച് ദൈവപിതാവിൻ്റെ മക്കളും സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളുമാകുന്നത് ഇതിൽ വച്ചാണ്. ദൈവത്തിൻ്റെ വിശുദ്ധ രാജ്യവും സ്വന്തം ജനവും പുരോഹിതരുമായി നാം ജീവിതം ആരംഭിക്കുന്നതും ഈ വിശുദ്ധ ഗർഭപാത്രത്തിൽ നിന്നാണ്. മാമോദിസ സ്വീകരണത്തോടനുബന്ധിച്ച് മുടി ധരിപ്പിക്കാറുണ്ട്. ഇത് അർത്ഥപൂർണമായ കർമ്മമാണ്. ഈ ലോക ജീവിതത്തിന് ശേഷം സ്വർഗത്തിൽ നിത്യമഹത്വത്തിൻ്റെ കിരീടമണിയാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രിസ്ത്യാനിയുമെന്ന് ഈ കർമ്മം സൂചിപ്പിക്കുന്നു. ഈ കൂദാശ സ്വീകരിക്കുന്നതിലൂടെ നാം രാജാധിരാജാവായ ദൈവത്തിൻ്റെ മക്കളും നിത്യജീവന്റെ അവകാശികളും വിശുദ്ധ രാജകീയ പുരോഹിതരുമായിരിക്കുന്നു. ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹായെ സ്വന്തം ജീവിതത്തിൻ്റെ ദീപമായും അവൻ്റെ വചനം സ്വന്തം ജീവിതപാതയിൽ പ്രകാശമായും സ്വീകരിക്കുന്നതിൻ്റെ പ്രതീകമായി കത്തിച്ച തിരിയും ക്രിസ്തുവിൽ തനിക്ക് ലഭിക്കാനിരിക്കുന്ന ദൈവിക മഹത്വത്തിൻ്റെ പ്രതീകമായി ശിരസിൽ മുടിയും ധരിച്ച് ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ ആബാ പിതാവേ എന്ന് ദൈവത്തെ വിളിച്ചുകൊണ്ടാണ് ഒരു ക്രൈസ്തവൻ തൻ്റെ മഹത്വപൂർണമായ ആത്മീയ ജീവിതത്തിന് ഭൂമിയിൽ ആരംഭം കുറിക്കുന്നത്. ചുരുക്കത്തിൽ പരിശുദ്ധ തൃത്വൈക ദൈവത്തിൽ മകൻ അഥവാ മകൾ ആയി ജീവിക്കാനുള്ള വിളിയും കൃപയും നമുക്ക് നൽകുന്ന കൂദാശയാണ് മാമോദീസ. ഈ കൂദാശയോടുകൂടെ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ ഉൾക്കൊള്ളുന്ന വിശ്വാസി എത്ര വലിയ പ്രസാദപര നിറവോടെയാണ് തൻ്റെ ക്രൈസ്തവ ജീവിതത്തിന് തുടക്കം കുറിക്കുന്നത്. ഈ മഹത് സത്യം നാം മനസ്സിലാക്കുന്നുവെങ്കിൽ വിശുദ്ധ യോഹന്നാൻ വെളിപാട് ഗ്രന്ഥത്തിൽ എഴുതിയ വാക്കുകളിൽ നാമും ഈശോ മിശിഹായ്ക്ക് സ്തുതി പാടും. അദ്ദേഹം എഴുതി, നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വപിതാവായ ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതരുമാക്കുകയും ചെയ്തവന് മഹത്വവും പ്രതാപവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. വെളിപാട് 1:6. ധൈര്യമേകും അഗ്നിനാവായെഴുന്നരുളണമേ, പാവനാത്മൻ ജീവനാഥ ഈ സമൂഹത്തിൽ. ധൈര്യമേകും അഗ്നിനാവായെഴുന്നരുളണമേ, പാവനാത്മൻ ജീവനാഥ ഈ സമൂഹത്തിൽ. വന്നു നിറയണമേ, വന്നു നിറയണമേ, സ്വർഗദാന കതിരുവീശി വന്നു നിറയണമേ.
ഉന്നതൻ തൻ ശക്തിയായി വന്നു. സ്നേഹന്മാരിൽ സാന്ത്വന പ്രദനഗ്നിനാവായും കന്യാമേരിയിൽ ഉന്നതൻ തൻ ശക്തിയായി വന്നു. സ്നേഹന്മാരിൽ സാന്ത്വന പ്രദനഗ്നിനാവായും മാടപ്രാവായി ദൈവപുത്രനിലാവസിച്ചതുപോൽ വന്നിറങ്ങി ഞങ്ങളെ നീ ശക്തരാക്കണമേ. മാടപ്രാവായി ദൈവപുത്രനിലാവസിച്ചതുപോൽ വന്നിറങ്ങി ഞങ്ങളെ നീ ശക്തരാക്കണമേ. വിശുദ്ധ മാമോദിസായും പരിശുദ്ധാത്മലേപനവും കർത്താവിന്റെ തിരുശരീര രക്തങ്ങളും സ്വീകരിച്ച് ദൈവിക കൃപാസമൃദ്ധിയിൽ നിൽക്കുന്ന വ്യക്തിയിൽ പരമപിതാവിൻ്റെയും ദൈവപുത്രനും നമ്മുടെ രക്ഷകനും കർത്താവുമായ ഈശോമിശിഹായുടെയും സ്നേഹവും ജീവനും നിറയുന്നു. ദൈവത്തെ ആബാ പിതാവേ എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന പുത്രന്റെ ആത്മാവ് അയാളിൽ ആവസിക്കുന്നു. അയാൾ ദൈവത്തെ സ്നേഹിക്കുകയും സദാ ദൈവഹിതം പാലിക്കുകയും ദൈവിക മഹത്വം പ്രകടമാക്കുകയും ചെയ്യുന്നു. ക്രൈസ്തവ ജീവിതം എത്ര ധന്യമാണ്, സ്വർഗീയമാണ്, ദൈവികമാണ്. ഈ മഹത്തായ സത്യം ഗ്രഹിക്കുമ്പോൾ ഏതൊരാളുടെ ഹൃദയമാണ് ദൈവസ്തുതികളാൽ നിറയാതിരിക്കുക? സ്വർഗദാനക്കതിരുവേശി വന്നു നിറയണമേ. റുഹായാലും ജലത്താലും മാമോദീസായിൽ പുതിയ ജന്മം നൽകി ഞങ്ങളിലാവസിക്കുന്നു. റുഹായാലും ജലത്താലും മാമോദീസായിൽ പുതിയ ജന്മം നൽകി ഞങ്ങളിലാവസിക്കുന്നു. നിൻ ഫലങ്ങളണിഞ്ഞു ഞങ്ങൾ ധന്യരാകാനും ലോകമെങ്ങും നിന്റെ സാക്ഷികളായി മേവാനും നിൻ ഫലങ്ങൾ